നിർമ്മാതാക്കളുടെ സംഘടനയുടെ കാര്യമാണെങ്കിലും താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അവിടെ പരസ്പരം ഉള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ചെളിവാരി എറിയൽ, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന മറ്റ് പല അന്തർനാടകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലിപ്പോൾ ഒരു കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്ന സാന്ദ്ര തോമസിനാണ്. ഇതിനെ മത്സരിക്കാനുള്ള യോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ പ്രതിഷേധമൊക്കെ സാന്ദ്ര തോമസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കോടതി സാന്ദ്ര തോമസിന് മത്സരിക്കാൻ കഴിയില്ല എന്ന തീരുമാനമുണ്ടായിരിക്കുന്നു. അതിലുള്ള നിർമ്മാതാക്കളുടെ പ്രതികരണമൊക്കെ കണ്ടു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു വിജയമായി അവരതിനെ കാണുന്നുണ്ട്. എന്താണ് ഈ സംഘടനകളിലൊക്കെ സംഭവിക്കുന്നത്? സാന്ദ്രയുടെ ഈ മത്സരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുന്നത് ഏത് തരത്തിലായിരിക്കും അത് വിലയിരുത്തപ്പെടുക? അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ എന്താണ് അതിലെ പുതിയ വാർത്തകളും വിവരങ്ങളും? അതിൻ്റെ പുരോഗതി എത്രത്തോളമുണ്ട്? സിനിമാ സംഘടനകളെല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം രാഷ്ട്രീയ പാർട്ടികളിൽ നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പോലെയാണ് താരസംഘടനയിലും നിർമ്മാതാക്കളുടെ സംഘടനയിലും ഫിലിം ചേംബറിലും അടക്കം ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും തുടരുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമായിരുന്നു സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്നാൽ ബൈലോ പ്രകാരം 3 അതിലധികമോ ചിത്രം നിർമ്മിക്കണമെന്നുള്ള ഒരു ബൈലോയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു സൂക്ഷ്മ പരിശോധനാ വേളയിൽ സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. പിന്നാലെ സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. 4 പ്രധാനപ്പെട്ട ഹർജികളാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിക്ക് മുൻപാകെ നൽകിയത്. ഒന്നാമത്തേത് നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി ചോദ്യം ചെയ്ത്, ഒപ്പം തന്നെ ബൈലോ പ്രകാരം വരണാധികാരിയെ നിയമിക്കാൻ അത് ഉത്തരവില്ല. അത് പ്രസിഡന്റ് ഒപ്പം തന്നെ സെക്രട്ടറി 2 പേർ ചേർന്നാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കേണ്ടത്. പക്ഷേ അതിനകത്തൊരു വരണാധികാരിയെ നിയമത്തിന് അനുസൃതമായി അല്ല നിയമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടാമതൊരു ഹർജി. അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കണം. മറ്റൊരു കാര്യമെന്നത് കോടതി തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിലയിരുത്തണമെന്ന 4 ഹർജിയായിരുന്നു സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ സമർപ്പിച്ചതിനകത്ത് 3 ഹർജിയും തള്ളിയിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടിനകത്ത് ബാനറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്നുള്ള ഹർജിയിൽ കാലതാമസം ഉണ്ടാവും. അതിനകത്ത് പ്രധാനമായിട്ടും ചില രേഖകൾ പരിശോധിക്കണം. ആ രേഖകൾ പരിശോധനയ്ക്ക് ശേഷം നടപടികൾ സ്വീകരിക്കേണ്ടതിൽ കാലതാമസം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി മറ്റൊരു ദിവസത്തേക്ക് ഇപ്പോൾ എറണാകുളം സബ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും 3 ഹർജി തള്ളിയതോടുകൂടി നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ അതിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് ആയിരിക്കും മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര തോമസ് മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കും, അതിനകത്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഒപ്പം തന്നെ ഇനിയും അങ്ങോട്ടേക്ക് പോരാട്ടം തുടരും. കോടതിയിൽ നിന്ന് തനിക്കുണ്ടായ നടപടിയിൽ അങ്ങേയറ്റം നിരാശയുണ്ടെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു. തുടർ നടപടികൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നും സാന്ദ്ര തോമസ് പറയുന്നു. ഏതായാലും ഒരു തട്ടുപൊളിപ്പൻ കൊമേഴ്സ്യൽ സിനിമയിലെ എല്ലാ ചേരുവകളും ഈ സിനിമാ സംഘടനകളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിൽ ചിലർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു, ചിലർ വീറും വാശിയോടുകൂടി മത്സര രംഗത്തേക്ക് വരുന്നു. അതിന്റെ എല്ലാം വിവരങ്ങളായിരുന്നു YS അഭിനന്ദ് നൽകിയത്.